ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വാക്കൻസിയാണ്. +2 ആണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത. നിങ്ങൾ ആലോചിച്ച് നോക്കും, ജസ്റ്റ് +2 കഴിഞ്ഞവർക്ക് നമുക്ക് ലെഫ്റ്റനൻറ്റ് എന്ന് പറയുന്ന തസ്തിലേക്കുള്ള ഒരു എൻട്രിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പെർമനൻറ്റ് വാക്കൻസി ആണെന്ന് വെച്ചാൽ പെർമനൻറ്റ് വാക്കൻസിയാണ്. ഇനി കൺഫ്യൂഷൻ വേണ്ട, കാരണം നമ്മൾ എത്ര ഇത് പറഞ്ഞാലും ഉദ്യോഗാർത്ഥികൾ പിന്നെയും ചോദിക്കും അത് ടെമ്പററി ആണോ. ഈ അഗ്നിപത് സ്കീം ഒന്നുമല്ല, ഓഫീസർ എൻട്രിയാണ്. പെർമനൻറ്റ് കമ്മീഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഷോർട്ട് സർവീസും പാടല്ല, പെർമനൻറ്റ് കമ്മീഷനിലേക്കാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അലവൻസും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കെയിൽ ഓഫ് പേയും ഒക്കെ ലഭിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ പ്രൊമോഷൻ ക്രൈറ്റീരിയ ഒക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം. ഇവിടെ കാണാം, ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഈവൻ ചിലപ്പോൾ നമ്മൾ എലിജിബിൾ ആയിരിക്കില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. +1 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ അവരിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ ക്രൈറ്റീരിയയും കൂടെ കാണാൻ. ഇതിൻ്റെ റാങ്ക് ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് നമുക്ക് ഇതിലേക്ക് എൻട്രി കിട്ടുന്നത്. അത് നമുക്ക് 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ, പിന്നെ മേജർ, പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റനൻറ്റ്, കേണൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ജനറൽ വരെ ആകാം. ഓക്കെ, അപ്പോൾ ആർമി ജനറൽ വരെ ആകാവുന്ന ഏറ്റവും വലിയ പോസ്റ്റിൽ വരെ നമുക്ക് പറ്റാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് വരെ എത്താനുള്ള ഒരു സാധ്യതയുള്ള പോസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ പേ ലെവലിലൂടെ കാണാൻ നമുക്ക് എൻട്രി ലെവലിൽ നമുക്ക് കിട്ടുന്ന പേ ലെവൽ തന്നെ 1110 ഉണ്ട്. അത് 56,100 മുതൽ 1,77,500 ആണ്. അത് കൂടാതെ നിങ്ങൾ ഈ പറയുന്ന ആർമി ചീഫൊക്കെ ആകുമ്പോഴത്തേക്കും 2,50,000 എന്ന് പറയുന്ന ഒരു എമൗണ്ടിലേക്ക് നമ്മൾ എത്തുന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പേ സ്കെയിൽ ഉണ്ട്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസ് ഇവിടെ കാണാം. മിലിറ്ററി സർവീസ് പേ, അതുപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റൈപ്പൻ്റ് ആണ്. നമുക്ക് ട്രെയിനിങ് ടൈമിന് തന്നെ 56,100 പെർ മന്ത് ലഭിക്കും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അതുപോലെ ക്വാളിഫിക്കേഷൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റ് അലവൻസ്, അതുപോലെ അതർ അലവൻസ്, DA, അതുപോലെ റിസ്ക് ആൻഡ് ഹാർഡ്ഷിപ്പ് അലവൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാട്രിക്സ്. ഇതിൽ നിങ്ങൾക്ക് ഓൾട്ടിറ്റ്യൂഡിനും നമ്മൾ വർക്ക് ഏരിയയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ വ്യത്യസ്തമായുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ കിട്ടും. പിന്നെ നിങ്ങൾക്ക് യൂണിഫോം അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ദെൻ ഹോസ്റ്റൽ സബ്സിഡി ലീവ് തുടങ്ങിയിട്ടുള്ള, ഇനി നമുക്ക് അലവൻസ് പറയുകയാണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ പറയണം. അത്രയും അലവൻസും കാര്യങ്ങളും കിട്ടുന്ന കാറ്റഗറി ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇത് വിട്ട് കളയേണ്ട. ജസ്റ്റ് +2 ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരാം. അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ മതി. GOC ലെജുലാൻ്റെ ഹോം പേജ് കയറിയാൽ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാവുന്നതാണ്. ഇപ്പം നിലവിലൊരു കൂപ്പൺ കോഡ് ഉണ്ട്. നിങ്ങൾ GOC ക്യാപിറ്റലിൽ അടിച്ചിട്ട് സ്പേസ് ഇടാതെ 40 അടിച്ചാൽ ഒരു 200 രൂപയുടെ ഇന്ന് മൈനസ് ആവും. അത് ലിമിറ്റഡ് ഓഫറാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഇതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി തരാം. ഇതാണ് അതിൻ്റെ, നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ ഫോൾഡർ വൈസ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതിപ്പോൾ LNT വാക്കൻസിയാണ്. അതുപോലെ മെയ് മന്തിൽ ജോബ്സ് പറഞ്ഞിട്ടൂടെ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ്, ഇൻറ്റേൺഷിപ്പ്, അതുപോലെ എയർപോർട്ട് ജോബ്സിൽ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ഉണ്ട്. മുകളിലത്തെ 2 ക്യാബിൻ ക്രൂവിൻ്റെ വാക്കിൻ സെലക്ഷൻ ആണ് നമ്മുടെ കേരളത്തിലുണ്ട്. വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അത് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഉള്ള PDF ആണ്. ഡൗൺലോഡബിൾ PDF ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലിങ്കും കാര്യങ്ങളും യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ വെന്യൂ കാര്യങ്ങളും അതുപോലെ വാക്കിൻ സെലക്ഷൻ ഡേറ്റും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടിയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാക്കിൻ സെലക്ഷനും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിങ്ങനെ PDF ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ PDF അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ PDF ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അങ്ങനെ പല ക്വാളിഫിക്കേഷനുള്ളതും പല പൊസിഷൻസും ഇതിലുണ്ട്. അതിലെങ്ങനെ അപ്ലൈ ചെയ്യേണ്ട വാക്കിൻ സെലക്ഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് അനുസരിച്ച് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെയും കാറ്റഗറി ഉള്ള ജോബ്സ് ഇതിലുണ്ട്. ദ ജോബ് ഫെയർ, അതുപോലെ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ജോബ്സ് ഉണ്ട്. അതുപോലെ ആമസോൺ വർക്ക് ഫ്രം ഹോം ജോബ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ ചാനൽ ടീം, അതുപോലെ സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, ഇതൊക്കെ കൊച്ചിയിലൊക്കെയുള്ള വേക്കൻസി ഉണ്ട് കേട്ടോ. അതുപോലെ സൈലം, അതുപോലെ തന്നെ നിങ്ങൾക്കൂടെ കാണാം ഡെക്കാത്ലോൺ, അതുപോലെ ടീം തായ് വേക്കൻസി. ഇതൊക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വേക്കൻസി ഫിക്സ്ഡ് അല്ല. ഇതിൽ നമ്മൾ കൂടുതൽ വേക്കൻസികൾ പ്രൈവറ്റ് മേഖലയിലുള്ള വലിയ സെക്ടറിലുള്ള വേക്കൻസികളൊക്കെ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഇനി എക്സ്ട്രാ ഫോൾഡർ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വേറെ ഫോൾഡർ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ അതിൽ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂപ്പൺ കോഡ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നേരെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ദ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറൊരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. +2 നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് PCM എന്ന് പറയും. PCM നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ള കോമ്പിനേഷനിൽ നിങ്ങൾ +2 പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും, മേ ബി നമ്മൾ എലിജിബിൾ ആയിരിക്കില്ല ചിലപ്പം. അപ്പോൾ അങ്ങനെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട്, നിങ്ങളുടെ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ട്, മാക്സിമം ഈവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കാം. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ JEE മെയിൻ 2025 എക്സാമിനേഷൻ നമ്മൾ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ പാടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. പെർമനൻറ്റ് കമ്മീഷനാണ്. ഓക്കെ, ആർമി ടെക്നിക്കൽ എൻട്രി സ്കീമാണത് വരുന്നത്. TS54 എന്ന് പറയും കേട്ടോ. ആർമി ടെക്നിക്കൽ എൻട്രി സ്കീമാണത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ JEE 2025 JEE നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിലേക്കുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ എലിജിബിലിറ്റിയിൽ നിങ്ങൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം നമുക്ക് 16 വയസ്സാണ് മിനിമം ഏജ് ലിമിറ്റ്. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇതിന് മാക്സിമം 19 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏജൊക്കെ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിശ്ചിതമായിട്ട് നമ്മളിപ്പോൾ +2 ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു 10ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എന്താണ് ഇതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോസ്റ്റാണ് ആർമിയിലുള്ള ഓഫീസർ എൻട്രി സ്കീം അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ എൻട്രി സ്കീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ തന്നെ ഈവൻ നിങ്ങൾ ഇതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം, നാട്ടിലുള്ള മറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം, അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്തരം എക്സാമ്പിളൊക്കെ നമ്മൾ അറിയാതെ പോവുകയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 2 ജൂലൈ 2006 അല്ലെങ്കിൽ 1 ജൂലൈ 2009 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. PCM എന്നുള്ള രീതിയിൽ നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. 60% മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും, അതായത് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ മാത്സും ഇത് 3 പാടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം? 3ലും പാടാണ് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 2025 JEE മെയിൻ നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. പിന്നെ ഈ JEEൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്ക് സെലക്ഷൻ. അതുകൊണ്ട് എക്സാമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ വാക്കൻസി, പ്രതീക്ഷിത വാക്കൻസി വരുന്നത് ഏകദേശം 90 വാക്കൻസിയാണ്. അത് മേ ബി ചിലപ്പം കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ടൈപ്പ് ഓഫ് കമ്മീഷൻ വരുന്നത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി നമുക്ക് 4 വർഷത്തെ കോഴ്സാണ് ഉണ്ടാകുക. നിങ്ങളിതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളെ പെർമനൻറ്റ് കമ്മീഷനിലേക്ക്, അതായത് ആർമിയിൽ നിങ്ങൾക്ക് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന റാങ്കിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 വർഷം നിങ്ങൾക്ക് ഒരു കോഴ്സ് ഉണ്ടാകും. ഡയറക്റ്റ് ഇപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങളെ ഓഫീസർ ആക്കുകയല്ല ചെയ്യുക. നിങ്ങൾക്ക് 4 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട്, ട്രെയിനിങ്. ആ ട്രെയിനിങ് വെറുതെ ഒരു ട്രെയിനിങ് അല്ല, അതിലൂടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ലഭിക്കും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന റാങ്കിലേക്കാണ് നമ്മളെ പ്ലേസ് ചെയ്യുക കേട്ടോ, ഈ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ടോട്ടൽ 4 വർഷമായിരിക്കും. അതിനെ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഫേസ് 1. ഫേസ് 1 നമുക്ക് മിലിറ്ററി ട്രെയിനിങ്ങും അതുപോലെ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ട്രെയിനിങ് ലഭിക്കുക. അത് നമുക്ക് CME പൂനെ അല്ലെങ്കിൽ MCT അതുപോലെ MCME സെക്കന്ദരാബാദൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും അതിൻ്റെ ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത്. ഫേസ് 1 നിങ്ങൾക്ക് 3 വർഷം ഉണ്ടാകുക. ഓക്കെ, 3 വർഷത്തെ ട്രെയിനിങ്ങാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഫേസ് 1. ഫേസ് 2 വരുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ബേസിക് മിലിറ്ററി ട്രെയിനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് 1 ഇയർ IMA ഡെറാഡൂണിൽ വെച്ചിട്ടായിരിക്കും നടക്കുക കേട്ടോ. ഓക്കെ, അതൊരു 1 ഇയർ ഡ്യൂറേഷൻ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഫേസ് 1 3 ഫേസ് 1 ഫേസ് 1 3 ഫേസ് 2 1 വർഷം. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 വർഷമാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും. ഓക്കെ, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. 4 ഇയർ ഡ്യൂറേഷനുള്ള ട്രെയിനിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ജാനുവിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആയിരിക്കും ലഭിക്കുക. ഇനി മാത്രമല്ല, ഇപ്പോൾ ഈ ട്രെയിനിങ് സമയത്ത് തന്നെ നിങ്ങൾ 2 തവണ വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഫെയിലാകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കുറഞ്ഞ് ഔട്ടാകാനുള്ള സാധ്യത 2 പ്രാവശ്യം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു റിലാക്സേഷൻ തന്നിട്ടുണ്ട്. 2ൽ കൂടുതൽ 3-മതൊക്കെ പ്രാവശ്യം വീണ്ടും നിങ്ങൾ ഫെയിലാകുക അല്ലെങ്കിൽ പേപ്പർ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അതിൽ റിമൂവ് ചെയ്യും കേട്ടോ. ട്രെയിനിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടേണ്ട, ഇത് നമ്മൾ കൊടുക്കേണ്ടതല്ല. 13,940 രൂപ ഒരു ഉദ്യോഗാർത്ഥിക്ക് പെർ വീക്ക്
ട്രെയിനിങ് നടത്തുന്നതിന് ചിലവ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചിലവൊക്കെ ഗവൺമെൻറ് തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്തിനാണ് അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൽ ട്രെയിനിങ്ങിന് കയറി നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങൾ പെട്ടെന്ന് എന്താണ് ട്രെയിനിങ് നിർത്തി പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളെടുത്തുന്ന ആ പേയ്മെൻറ്റ് പിടിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ ലഭിക്കുന്നത്. യാതൊരുവിധ പൈസയും കാര്യം വേണ്ട. ഈ എമൗണ്ട് എന്തിനാണ് അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കാനാണ്. അത് 13,940 രൂപ ഒരു ഉദ്യോഗാർത്ഥിക്ക് പെർ വീക്ക് എന്താണ് ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്, ട്രെയിനിങ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ എമൗണ്ട് പെർ വീക്ക് എത്ര വീക്ക് എന്നുള്ള കണക്കാക്കിയാൽ മൊത്തം എമൗണ്ട് നിങ്ങളെടുത്ത് നിന്നായിട്ട് പിടിക്കും. അതല്ലാതെ നമ്മൾ ട്രെയിനിങ്ങിന് യാതൊരുവിധ കോസ്റ്റോ കാര്യമൊന്നും കൊടുക്കേണ്ട, എല്ലാം ഫ്രീ ആണ്, എല്ലാം ഗവൺമെൻറ് തന്നെയാണ് വഹിക്കുന്നത്. പിന്നെ ഞാൻ പ്രൊമോഷൻ ക്രൈറ്റീരിയ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ അലവൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതാണ്. ഇതിൽ പറയാത്തത് ഫിക്സ്ഡ് സ്റ്റൈപ്പൻ്റാണ്. നമ്മൾ ആദ്യത്തെ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വർഷം പാടുണ്ടല്ലോ ട്രെയിനിങ്. ആ ഒരു വർഷം നിങ്ങൾക്ക് എന്ത് കിട്ടും? 56,100 പെർ മന്ത് സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടും. ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് യാതൊരുവിധ സ്റ്റൈപ്പൻ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആദ്യത്തെ 3 വർഷം കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒരു വർഷം ഫേസ് 2 ഉണ്ടല്ലോ. ഫേസ് 1 3 വർഷം, ഫേസ് 2 ഒരു വർഷമാണല്ലോ. അപ്പോൾ ആ ഫേസ് 2 വരുമ്പോൾ നിങ്ങൾക്ക് 56,100 പെർ മന്ത് സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ 2 കോപ്പി നിങ്ങൾ പ്രിൻ്റ് എടുക്കണം കേട്ടോ. 2 കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഒരു കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ഒരു കോപ്പിയിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്, ഒറിജിനൽ ID പ്രൂഫ്, ആധാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ID പ്രൂഫ്, പിന്നെ നമ്മുടെ JEE മെയിൻ 2022 റിസൾട്ടിൻ്റെ കോപ്പിയൊക്കെ ആയിട്ടാണ് നമ്മൾ SSB ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. ഓക്കെ, ഇനി ബാക്കി ഒരു 2 കോപ്പി എന്ന് പറഞ്ഞത് അതിൽ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. പിന്നീട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ അത് വേണ്ടി അങ്ങനെ 2 കോപ്പി നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. ഓൺലൈൻ അപ്ലൈ ചെയ്ത് 30 മിനിറ്റ് നമ്മൾ കഴിഞ്ഞിട്ടാണ് ലോഗിൻ ചെയ്താൽ നമുക്കത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. ആ സമയത്ത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. പിന്നെ 2 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ 2 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നമ്മൾ SSB ഇൻ്റർവ്യൂവിന് പോയാൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഒറിജിനൽ അവർ വെരിഫൈ ചെയ്ത് ഇങ്ങനെ റിട്ടേൺ തരും. പിന്നെ 20 സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, SSB ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ +2 നിങ്ങൾ PCM അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ അഗ്രിഗേറ്റഡ് പെർസെൻറ്റേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 58 എന്താണ് 0.9 എന്നുള്ള ആ ഒരു എന്താണ് പെർസെൻറ്റേജ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനതെന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് റൗണ്ട് ആക്കിയത് 59% എന്നാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മുടെ അതായത് ഈ 2 ഡെസിമൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് അതുപോലെ കൊടുക്കണം. 58.09 ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണം. അത് റൗണ്ട് ചെയ്തിട്ട് നമ്മളൊരു എന്താണ് ഫുൾ നമ്പറിലേക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, റിജക്റ്റ് ആവും. അത് പ്രോപ്പറായിട്ട് എത്രയാണോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കാൽക്കുലേറ്റ് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എത്രയാണോ പെർസെൻറ്റേജ് ആ 2 ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിൻറ്റിന് ശേഷം എത്രയാണോ കിട്ടുന്നത് വെച്ചാൽ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് SSB ഇൻ്റർവ്യൂ ആയിരിക്കും. അത് ഏകദേശം 2025 ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും അത് നടക്കുക കേട്ടോ. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്ക് നിങ്ങളുടെ JEEൻ്റെ മെയിനിൽ കിട്ടിയിരിക്കുന്ന മാർക്ക്, അതായത് JEEൻ്റെ മെയിൻ കോമൺ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാർക്ക് അതിനൊരു കട്ട് ഓഫ് വെക്കും ഇവർ. ആ കട്ട് ഓഫിനെ അടിസ്ഥാനമാക്കി അതിൽ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. അപ്പോൾ JEEൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയ ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വരും. ഓക്കെ, മെയിൽ വഴി അവരെ അറിയിക്കും. ആ സമയത്ത് നമ്മൾ SSB ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറാക്കണം. SSB ഇൻ്റർവ്യൂവിൻ്റെ സെലക്ഷൻ സെൻറ്ററുകൾ നടക്കുന്നത് ഈ പറയുന്ന UPയിലും മധ്യപ്രദേശ്, കർണാടക, പഞ്ചാബൊക്കെയാണ്. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂ പാനൽ ബോർഡിൽ സൈക്കോളജിസ്റ്റും അതുപോലെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസറും ഇൻ്റർവ്യൂയിങ് ഓഫീസറൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതൊരു സിമ്പിൾ ഇൻ്റർവ്യൂ അല്ല, 5 ദിവസത്തെ ആ ഒരു ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതിൽ എനിക്ക് സ്റ്റേജ് 1 സ്റ്റേജ് 2 ഉണ്ടായിരിക്കും. സ്റ്റേജ് 1 ഔട്ടായാൽ പിന്നെ സ്റ്റേജ് 2ലേക്ക് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ SSB ഇൻ്റർവ്യൂ ഓക്കെ ആണെങ്കിൽ പിന്നെ മെഡിക്കലി ഓക്കെ ആണെന്നുള്ളത് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റും ജോയിനിങ് ലെറ്ററുമാണ് ലഭിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാഡറ്റ് ട്രെയിനിങ് വിങ് ആണ് വേണ്ടത്. ഇതിൽ CTW അതുപോലെ CME അതുപോലെ മറ്റു ഞാൻ പറഞ്ഞല്ലോ സെക്കന്ദരാബാദൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും വ്യത്യസ്ത കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. അത് 3 നമ്മൾ ചോയ്സിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആക്ടിവിറ്റിയും അതുപോലെ മിനിമം നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. 2.4 കിലോമീറ്റർ റൺ നമ്മൾ 10 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് കേട്ടോ. അതുപോലെ പുഷപ്പ്, ഇതൊക്കെ ഓരോന്നിനും നമുക്ക് ഇത്ര എണ്ണം നമ്പർ ഓഫ് ഐറ്റംസ് എന്നുള്ള അത് നമ്മൾ എത്ര എണ്ണം നമ്മൾ മിനിമം എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സ്വിമ്മിങ് ലഞ്ചസും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ ഇതിൻ്റെ എഞ്ചിനീയർ സ്ട്രീം ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ CTC CME പൂനെ ആണെങ്കിൽ ഇവിടെ സിവിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി ഇത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ആദ്യം നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാം. SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താൽ പിന്നെ ഏതാ വേണ്ടി വെച്ചാൽ അത്, പിന്നെ എൻ്റെ ഏതാ വെച്ചാൽ അങ്ങനെ 3 ഓപ്റ്റ് ചെയ്യണം. ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കിട്ടുക. മറ്റേത് IT അല്ലെങ്കിൽ ടെലികോം അല്ലെങ്കിൽ മറ്റേത് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കലൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെയ് 13 മുതൽ നിങ്ങൾക്ക് ജൂൺ 12 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 12 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. അപ്പോൾ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ലിങ്ക് ഇടേണ്ടത് ക്ലിക്ക് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ജോബ്സ് ഇന്ത്യൻ ആർമി. അപ്പോൾ നമ്മൾ കൂടുതൽ നോട്ടിഫിക്കേഷനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ലേ ഏറ്റവും മോൾ ഇതാ ഡിഫൻസ് ജോബ്സ് തന്നെ നമ്മുടെ കാറ്റഗറി ഉണ്ടാവും. ഇപ്പോൾ മൊബൈൽ വ്യൂ ആണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലും വളരെ സിമ്പിളായിട്ട് ഡിഫൻസ് ജോബ്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എടുക്കാം. അപ്പോൾ ഇന്ത്യൻ ആർമി TS54 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓപ്പൺ ആയി വരും. താഴത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ക്യാപ്ച കോഡ് സെക്യൂരിറ്റി പർപ്പസിന് ക്യാപ്ച കോഡ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാപ്ച കോഡ് കൊടുത്തു. എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം ഓൺലി ഫോർ ഓഫീസർ എൻട്രി. ഇത് പ്രത്യേകം നോക്കണം കേട്ടോ. നമ്മൾ ഓഫീസർ എൻട്രി സ്കീമിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്താം. ഓൺലി ഫോർ ഓഫീസർ എൻട്രി എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, മുൻപ് ഏതെങ്കിലും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാകും. അത് വെച്ച് ലോഗിൻ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ഉണ്ടായാൽ നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. നമ്മളതിൻ്റെ സോഫ്റ്റ് കോപ്പി കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അതായത് നമുക്ക് ലേറ്റസ്റ്റ് ഫോട്ടോ വേണം, അതുപോലെ സിഗ്നേച്ചർ വേണം, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. കണ്ടിന്യൂ കൊടുക്കാം. അങ്ങനെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് വായിക്കുക, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ആധാർ അല്ലെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഡിജി ലോക്കറിന് ഡാറ്റ ഫെച്ച് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാം. അതായത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ചെയ്ത് പോയാൽ മതി. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ. ഇൻസ്റ്റോളിൽ ഫോളോ ചെയ്യുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക. ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താണെങ്കിൽ ഇവിടെ മെയിൽ ID ഇതും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്യാപ്ചർ കോഡ് അടിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും. ഇനി മുൻപൊക്കെ നമ്മൾ ഏതിലൊക്കെ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മളെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് കുറച്ച് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അതിലൊക്കെ നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇടാം കേട്ടോ. ഇതിൽ ഞാൻ ആഡ് ചെയ്യാം എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടെന്നുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ ആ രീതിയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക്